ഇവിടെ സന്ദർശനം നടത്തിയതിന് ശേഷം പ്രതികരണമായി അറിയിക്കുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുവരെ നടത്തിയ രാവിലെ 7 മണി മുതൽ നടത്തിയ ഈ പരിശോധനയുടെ ഒരു ഏകദേശ ചിത്രം എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, ഔദ്യോഗികമായി ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തമായ ചിത്രം വിലയിരുത്തൽ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഈ ദുരന്തഭൂമി സന്ദർശിക്കുകയാണ്. അപകടം നടന്നിരിക്കുന്ന സ്ഥലത്തേക്ക് DGP റവാഡ ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ അപകട സ്ഥലത്ത് വിലയിരുത്തലുകൾ നടത്തുകയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ ഇതുവരെ നടത്തിയിരിക്കുന്ന പരിശോധനകൾ, വിലയിരുത്തലുകൾ അദ്ദേഹം നടത്തും. അതിനുശേഷം ഇനി ഏത് തരത്തിലായിരിക്കണം പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിലും ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായി തന്നെ നിർദ്ദേശങ്ങൾ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപകട സ്ഥലം ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി സന്ദർശിക്കുകയാണ്. ഇതുവരെ നടത്തിയിരിക്കുന്നത് രാവിലെ 7 മണി മുതൽ കടാവൂർ നായകളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന, ഒപ്പം ഫോറൻസിക് പരിശോധന, പോലീസിൻ്റെ പരിശോധന, ഫയർഫോഴ്സിൻ്റെ പരിശോധന, ഡ്രോൺ പരിശോധന, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പരിശോധനകളാണ് ഇന്ന് രാവിലെ മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ഈ പരിശോധനകളുടെ ഒരു വ്യക്തമായ ചിത്രം ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഇനി ഏത് രീതിയിലാണ് അന്വേഷണം, പരിശോധനകൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ വിലയിരുത്തലും വരും മണിക്കൂറുകളിൽ നടത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ പ്രതികരണം, വിലയിരുത്തലുകൾ, ഇതുവരെ എത്ര ശരീരഭാഗങ്ങൾ കണ്ടെത്തി, ഇനിയുള്ള അന്വേഷണം, തിരച്ചിൽ ഏത് രീതിയിലായിരിക്കും, കൺട്രോൾ റൂമിൽ എത്ര പേരുടെ കാണാതായ ആളുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു ഔദ്യോഗിക തരത്തിലുള്ള ഒരു വിലയിരുത്തൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നും ഈ അപകട സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോൾ കടാവൂർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഒപ്പം ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന, പോലീസിൻ്റെ പരിശോധന, ഫയർഫോഴ്സിൻ്റെ പരിശോധന, ഒപ്പം ഈ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ ഇനി ഏതെങ്കിലും ഈ ഭാഗത്തുണ്ടോ എന്നത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം, അപകടം ഏത് രീതിയിൽ ഉണ്ടായി എന്നത് കണ്ടെത്തുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചില പരിശോധനകൾ ആ അപകടം നടന്നിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പരിശോധനകളാണ് ഈ മണിക്കൂറുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഊർജിതമായിട്ടുള്ള പരിശോധന തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ശരീരഭാഗങ്ങൾ പരമാവധി കണ്ടെത്തുക എന്നുള്ളതാണ്. എത്ര പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും വ്യക്തത വരാത്ത സാഹചര്യത്തിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കിയെടുക്കുന്നതിന് പരമാവധി ശരീരഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഈ അപകട സ്ഥലത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്, അവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ഉള്ളതാണ്, അവരുടെ മേൽവിലാസമടക്ക കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല. ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടാൻ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ കൃത്യമായ രേഖകൾ ഹാജരാക്കിയോ അല്ലെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ നൽകിയോ അല്ല അവർ ജോലിക്ക് എത്തുന്നത്. അതുകൊണ്ട് ഏത് മേഖലയിൽ നിന്ന്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്, അത് എത്ര പേരുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ചിത്രം ഇതുവരെയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയാൽ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഒപ്പം കൺട്രോൾ റൂമിൽ ഇനി വിവരങ്ങൾ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലും നടത്തി എത്ര ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശ കണക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. ഇത് തന്നെയാണ് നേരത്തെ മന്ത്രി K രാജനും മറ്റും പ്രതികരിച്ചപ്പോഴും അറിയിച്ചത്. 30 മുതൽ 40 വരെ ആളുകൾ അപകടത്തിൽപ്പെട്ടിരിക്കാം. അത് 38, 40, 42 എന്നിങ്ങനെ സംഖ്യകൾ പറയുന്നുണ്ട്. അതൊക്കെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന സംഖ്യകളാണ്. ഇതിൽ എത്ര പേർ ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതാണ് കൃത്യമായി ഇനി പ്രധാനമായും അറിയേണ്ടത്. ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. അതിനുവേണ്ടി ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു തീവ്ര ശ്രമം തന്നെ ഈ ഭാഗങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വരെ ഈ സ്ഫോടനം ഉണ്ടായതിനു ശേഷം ആളുകളുടെ ശരീരഭാഗങ്ങൾ ഛിന്നഭിന്നമായി ചിതറിപ്പോയിട്ടുണ്ട് എന്നുള്ള പരിശോധന, വിലയിരുത്തലുകൾ ഇന്നലെ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഈ പാടശേഖരത്തിൻ്റെ ഏക്കർ കണക്കിനുള്ള ഈ പാടശേഖരത്തിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ ദൂരപരിധിയിൽ തന്നെ കടാവൂർ നായകൾ 3 എണ്ണത്തെ എത്തിച്ചുകൊണ്ടുള്ള മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള കടാവൂർ നായകളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഏകദേശം ഈ വയലിൻ്റെ 2 കിലോമീറ്ററിനടുത്ത് വരെ എത്തിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് രാവിലെ നിരവധിയായിട്ടുള്ള ശരീരഭാഗങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി അറിയേണ്ടത് ഇതുവരെ ഉച്ചവരെ നടത്തിയ പരിശോധനയിൽ എത്ര ശരീരഭാഗങ്ങൾ കൃത്യമായി ലഭിച്ചു, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ,
ഇതിൻ്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഒരു വ്യക്തത വരേണ്ടത്. ഇതുവരെ നടത്തിയിരിക്കുന്ന ഈ പരിശോധനകളുടെ അന്തിമമായ ഒരു വിലയിരുത്തൽ ഈ അപകടസ്ഥലം സന്ദർശിച്ചതിന് ശേഷം സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു കണക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നിർവീര്യമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ. ഒരു ചാക്ക് സ്ഫോടക വസ്തുക്കളാണ് നേരത്തെ ഇവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധനകളും ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപകട മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശനമുള്ളത്. മാധ്യമ പ്രവർത്തകരെയും മറ്റ് ആളുകളെയും എല്ലാം ഈ അപകട സ്ഥലത്തു നിന്നും മീറ്ററുകൾ മാറിയാണ് അവിടെ നിലയുറപ്പിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപകട മേഖലയിലേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് 5 വെടിപ്പുരകൾ ഉണ്ടായിരുന്നത്. ഉഗ്രസ്ഫോടന ശേഷി ഉണ്ടായിരുന്ന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഉഗ്രസ്ഫോടനം നടന്നത് അവിടെയാണ്. ആ ഭാഗത്ത് കാണാം തെങ്ങുകളിലും മറ്റും ആ സ്ഫോടനം നടന്നതിൻ്റെ സൂചകങ്ങൾ ഉള്ളത് നമുക്ക് കാണാം. ആ ഭാഗങ്ങളിലാണ് വലിയ ഉഗ്രസ്ഫോടനം നടക്കുകയും പിന്നീട് മനുഷ്യ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വരെ ചിതറിത്തെറിച്ച് പോവുകയും ഒക്കെ ചെയ്തത്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിലും പോലീസ് തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരെ അല്ലാതെ മറ്റാരെയും തന്നെ കടത്തിവിടുന്നില്ല. സുരക്ഷാ ക്രമീകരണ ഭാഗമായി മീറ്ററുകൾ അപ്പുറത്തേക്കാണ് ആളുകളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. ശക്തമായ പല ഘട്ടങ്ങളിലുള്ള പരിശോധനകളാണ് ഈ നിമിഷത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കടാവർ നായകൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനയിൽ സജീവമായുണ്ട്. അത് ഈ ദൂരപരിധിയിൽ 2 കിലോമീറ്റർ വരെ ചുറ്റളവിൽ കടാവർ നായകൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഫോറൻസിക് പരിശോധനയുണ്ട്. ഡ്രോൺ പരിശോധന രാവിലെ 7 മണി മുതൽ തന്നെ ഈ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ പരിശോധനയുണ്ട്. പോലീസിൻ്റെ പരിശോധനയുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും അപകട സ്ഥലം സന്ദർശിച്ച ശേഷം വിലയിരുത്തലുകൾ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ കടാവർ നായകൾ പരിശോധന നടത്തുന്ന കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വിലയിരുത്തലുകൾ നടത്തുകയാണ്. എന്തായാലും കൃത്യമായ ഒരു വിലയിരുത്തൽ ഇതുവരെ നടത്തിയിരിക്കുന്ന പരിശോധനകൾ സംബന്ധിച്ച അന്തിമമായ ഒരു ചിത്രം ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിന്നും നിർവീര്യമാക്കേണ്ട വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയും വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അപകടശേഷിയുള്ള സ്ഫോടനശേഷിയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമവും ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്തുന്നുണ്ട്. കാരണം എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഇനിയും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. അത് നിർവീര്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശ്രമവും ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ശരീരഭാഗങ്ങൾ കണ്ടെത്തി വ്യക്തമാണ്. മിഥുൻ മുരളി, അപകട സ്ഥലം DGP രവാഡ ചന്ദ്രശേഖർ സന്ദർശിക്കുന്നു. അവിടെ നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തു. കൂടുതൽ പരിശോധനകൾ അവിടെ തുടരുകയാണ്. സ്ഫോടകമുണ്ടായതിൻ്റെ കാരണങ്ങൾ അടക്കമുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും മരിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അവരെ തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെഡിക്കൽ കോളേജിൽ നിന്നും മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നു. മിഥുൻ അയ്യപ്പൻ, മരിച്ചവരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. അവിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ നില അതീവ ഗുരുതരമാണ്. അവിടെ DNA പരിശോധന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം മരിച്ചവരെ തിരിച്ചറിയാനുള്ള പരിശോധനകൾ അവിടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്താണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മിഥുൻ അയ്യപ്പൻ. കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരാളുടെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞു. കുളത്തൂർ സ്വദേശി സതീഷ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൻ്റെ ഏറ്റവും പുതിയ വിവരമാണ് അത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് വിവരം